ഹായ് ഫ്രണ്ട്സ്, സ്നാക്സ് ആയിട്ട് വളരെ ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ബീഫ് കട്ട്ലറ്റ്. ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ എടുത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പട്ട, ഗ്രാമ്പു അങ്ങനത്തെ മസാല ചേർത്ത് കൊടുക്കാം. 2 ഇടത്തരം സവാള ചെറുതായി മുറിച്ച് ഇതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 2 ഇടത്തരം പച്ചമുളക് വട്ടത്തിൽ ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഞാനിവിടെ 1/2 കിലോ ബീഫ് കുരുമുളകും ഉപ്പും ചേർത്ത് കുക്കറിൽ നന്നായി വേവിച്ച് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ഇത് ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. 2 കിഴങ്ങ് നന്നായി പുഴുങ്ങി പൊടിച്ചെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം, കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഞാനിവിടെ കിഴങ്ങിനെ കഴിഞ്ഞും കൂടുതൽ ബീഫ് ചേർത്തിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്, സാധാരണ കട്ട്ലറ്റ് പോലെയല്ല. നമുക്കിനി കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാവുന്നതാണ്. ഞാൻ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഓരോ ബോൾസ് എടുത്തിട്ട് കൈകൊണ്ട് ചെറുതായി പ്രസ് ചെയ്ത് കൊടുത്താൽ ഈ ഷേപ്പ് കിട്ടും. നമുക്ക് ഓരോന്നും ഇങ്ങനെ ഷേപ്പ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിൽ ഒരു മുട്ട പൊട്ടിച്ച് അടിച്ചെടുക്കണം. ഒരു പാത്രത്തിൽ കുറച്ച് ബ്രെഡ് ക്രംസും എടുക്കണം. നമ്മൾ മാറ്റി വെച്ച കട്ട്ലറ്റ് ഓരോന്നും ഈ മുട്ടയിൽ മുക്കി ഈ ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്തെടുക്കാം. നമ്മൾ മാറ്റിവെച്ച എല്ലാ കട്ട്ലറ്റും ഇതുപോലെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും കവർ ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. നമുക്കിനി ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിച്ച് നമ്മൾ മാറ്റിവെച്ച കട്ട്ലറ്റ് ഇതിൽ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും നല്ല ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിനധികം എണ്ണയൊന്നും വേണ്ട, വേഗം കുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.